ഹലോ ഗൈസ്, തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ മാറ്റിവെക്കുന്ന സമയമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സമയം. ഒരമ്മയായതിനു ശേഷം ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ, സ്വന്തം അമ്മയുടെ വായിലിരിക്കുന്നവരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ഥിരം ക്ലീഷേ ഡയലോഗ്സ്. നീ മാത്രമാണോ അമ്മ, നീ മാത്രമാണോ പ്രസവിച്ചേ, നിനക്ക് മാത്രമാണോ കുഞ്ഞുങ്ങൾ. ബട്ട് ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും ഗൈസ്, ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുമ്പോട്ടും. എൻ്റെ കുഞ്ഞുവാവയുടെ പ്ലേ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ പരിപാടി കാണിച്ചു തരാനാണ്. ഇത് വേറൊന്നുമല്ല, ഫ്ലാഷ് കാർഡ്സാണ്. കാശ് കൊടുത്ത് ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതല്ല. 8 രൂപയുടെ ചാർട്ടും കുറച്ച് 2 മാർക്കറും വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത പരിപാടികളാണ്. ചാർട്ട് ചുളുങ്ങിപ്പോയി ഗൈസ്, അലമാരയുടെ ഇടയിൽ കുടുങ്ങി. അത് കുറേ നാളായല്ലോ എടുത്തിട്ട്. എൻ്റെ വീട്ടിൽ പോയിക്കുമായിരുന്നു. പോയിട്ട് വന്നിട്ട് പിന്നെ ഇതിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ലായിരുന്നു. നേരത്തെ വരച്ച് വെച്ചതാണ് ആ ബോക്സിനകത്തിരിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു BSc ബോട്ടണിക്കാരിയുടെ പഴയ റെക്കോർഡ് വരെ ഉണർന്നിരിക്കുന്നു. സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ടൂടെ ആയിരിക്കുമ്പോൾ ഭയങ്കര ആത്മാർത്ഥതയായിരിക്കുമല്ലോ, ഉറക്കുന്നുഞ്ഞ് വരച്ച റെക്കോർഡിനേക്കാളും. അതിനിടയ്ക്ക് കുഞ്ഞുവാവെ സമാധാനിപ്പിക്കണം, അവൻ്റെ കരച്ചിൽ മാറ്റാൻ പോകണം. പിന്നെ ഫ്ലാഷ് കാർഡ് എന്തിനാണെന്നുള്ളത് അറിയാമല്ലോ. ഇവരുടെ ഒരു കുഞ്ഞുങ്ങളുടെ വിഷ്വൽ സ്റ്റിമുലൈസേഷന് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്, സ്റ്റിമുലൈസേഷനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണിത്. കാശ് മുടക്കണ്ട. ഒരു സ്കെയില്, പെൻസിൽ, റബ്ബർ, പിന്നെ ഒരു ചാർട്ട് പേപ്പർ, ഒരു മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വരയ്ക്കാം. പിന്നെ ഗൂഗിളിനോട് ചോദിച്ചാൽ കുറേ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പം കലാപരിപാടികൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ആനയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. സുവോളജി റെക്കോർഡൊക്കെ വരച്ചിട്ടുള്ളത് കൊണ്ട് ആനയൊക്കെ നിഷ്പ്രയാസം സാധിക്കും. സുവോളജി റെക്കോർഡിൽ ആന വരയ്ക്കാനില്ലായിരുന്നു, പക്ഷേ ആനയൊക്കെ വരയ്ക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഇത്ര സിമ്പിൾ. ലാസ്റ്റ് വരച്ച് തീർന്നതിന് ശേഷം പരീക്ഷണമാണ്. പരീക്ഷണം സക്സസ് ആയിരുന്നു കേട്ടോ. ഇത് നേരത്തെ ഞാനിത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ നന്നായിട്ട് ശ്രദ്ധിക്കും. അവൻ നമ്മുടെ കൈ പോകുന്നതിനനുസരിച്ച് നോവ അതിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ നോക്കി വരും. അപ്പം മദേഴ്സ് ഡേ ആയിക്കൊണ്ട് ഇച്ചിരി താമസിച്ചിട്ടായാലും എല്ലാ അമ്മമാർക്കും, സ്പെഷ്യലി എൻ്റെ അമ്മയ്ക്കും, ജൂലിയമ്മയ്ക്കും, ഷാനിയമ്മയ്ക്കും, അമ്മായിയമ്മയ്ക്കും, എനിക്കറിയാവുന്ന എല്ലാ അമ്മമാർക്കും, ഞങ്ങളുടെ മെറ്റിയമ്മയ്ക്കും എല്ലാവർക്കും ഒരു മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ്.